ജയകുമാർ ശബരിമലയിലെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമല കൊള്ളയൊക്കെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ കേൾക്കുകയാണ്. പക്ഷെ ജയകുമാറിന് ആർത്തി വല്ലാതെ കൂടുതലാണ് എന്നാണ് കേൾക്കുന്നത്. 2 സ്ഥാനമൊക്കെ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അയ്യപ്പന്റെ പണവും വേണം, ശബരിമലയിലെ പണവും വേണം, സർക്കാരിന്റെ പണവും വേണം. ഐ എം ജിയിലും അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്. പിന്നെ ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വേണം. എന്തായാലും 2 ഇടത്തുനിന്ന് ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും കിട്ടും. ഇത് 2 വേണം. 90 വയസ്സായാലും അധികാരമോഹ്യം ഒഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി അഥവാ സ്വന്തം കാറിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ആംബുലൻസിലെങ്കിലും കൊണ്ടുപോയി അത് 2 സ്ഥലത്ത് ഇരുത്തണം. 2ന്റെ പണവും വേണം. എന്താ പറയുക, വിനയം വാരി വിതർന്ന മുഖത്തിങ്ങനെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര വിശ്വാസിയൊക്കെ ആയ ജയകുമാർ ഒരു പിന്നെ എന്താ പറയുക, ഒരു പണപ്പിശാചാണെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. ബി അശോക്, അദ്ദേഹം IPS, അദ്ദേഹമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. CPM ഭയക്കുകയാണ്. കാരണം ഈശ്വര വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് ശബരിമല കേസ് ഒന്ന് വിശ്വാസികളെയൊക്കെ ഒന്ന് ഒപ്പം നിർത്താന്നൊക്കെ പറഞ്ഞാണ് ജയകുമാറിനെ കൊണ്ടുവന്നത്. പക്ഷേ കൊണ്ടുവന്നപ്പോൾ തന്നെ ജയകുമാർ അങ്ങോട്ട് പണി കൊടുക്കുകയാണ് സർക്കാരിന്. നിരന്തരം ആദ്യ സർക്കാരിനെ വിമർശിച്ചു, പിന്നീട് 2 പദവിയൊക്കെ വെച്ചുകൊണ്ട് അങ്ങ് പണി കൊടുക്കുകയാണ്. ഈ വി അശോകിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. തന്നെ വി അശോക് എന്ന് പറയുന്ന ഒരു ചെറിയ മീനൊന്നുമല്ല. ഒരു ചെറിയ മീനല്ല. പലരും അങ്ങനെ വിചാരിച്ചിരിക്കുക. അദ്ദേഹത്തിന് എന്തോ ഒരു അഗണ്യമായിട്ടുള്ള പോസ്റ്റ് കൊടുത്ത് വെച്ചിരിക്കുകയാണെന്ന്. അല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെ വളരെ പിന്നാക്കാവസ്ഥയിൽ നിന്ന് പടിപടിയായിട്ട് ഉയർന്നു വന്ന് ഓരോ ചുവടും ഫൈറ്റ് ചെയ്ത് കയറിയ ഒരാളാണ് അദ്ദേഹം. അറിയാമോ? എനിക്കറിയാം. ബി അശോക് എന്ന് പറയുന്ന ഈ IAS കാരൻ. അദ്ദേഹത്തിൻ്റെ ഈ ജോലി ഉണ്ടല്ലോ, ഈ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള സോപ്പിടലിന് വേണ്ടിയല്ല ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ളത്. സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യുക. അങ്ങനെയുള്ള മിടുക്കന്മാരുണ്ടായെങ്കിലേ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന സംവിധാനം നന്നാവൂ. എന്നിട്ട് ഈ IMG എന്ന് പറയുന്ന സ്ഥാപനം എന്തിനാ സ്ഥാപിച്ചത്? അതിൻ്റെ സതുദ്ദേശമായിരുന്നു. അതെന്തിനാണ് സ്ഥാപിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്. ഈ ബ്യൂറോക്രസിയെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. മനസ്സിലായോ? പരിശുദ്ധമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അവിഹിതമായിട്ടുള്ള നിയമനങ്ങൾ ഇല്ലാതാക്കാൻ, കൈക്കൂലി ഇല്ലാതാക്കാൻ, പൊതുജനങ്ങളുടെ പരാതിക്ക് പരിഹാരമുണ്ടാക്കാൻ. ഞാനവിടെ പോയി ചെന്ന് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഇതുപോലെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരൊറ്റ ആളെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായി. വ്യർത്ഥമായ ക്ലാസ് എടുക്കലായിരുന്നു. നല്ല വ്യർത്ഥമല്ല, ചിലരെ സംബന്ധിച്ചിടത്തോളം സാർത്ഥകമാണ്. ചതുർവിഭവ സമൃദ്ധമായ സദ്യ, നല്ല ശമ്പളം, ഇതെല്ലാം കിട്ടും. അതെ, ആ സദ്യയാണ് ഇപ്പോൾ ശബരിമലയിൽ ജയകുമാർ സാറ് പോകുന്നിടത്തെല്ലാം ഇതും കൊണ്ടുപോകും. ഈ ഒരു മനുഷ്യൻ ജയകുമാറിന് നമ്മുടെ ഈ ഒരു സിസ്റ്റം നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് IMGയുടെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തെ നിയമിച്ചത് ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളല്ലേ, M കൃഷ്ണൻ നായരുടെ മകനുമല്ലേ, സിനിമാ സംവിധായകൻ. അദ്ദേഹം പറയണ്ടേ, എനിക്കിഷ്ടം പോലെ പണം എൻ്റെ വീട്ടിലുണ്ട്, സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട്, എനിക്ക് ഈ പോസ്റ്റിൻ്റെ ആവശ്യമില്ല, ഇത് തരുന്നത് തെറ്റാണ്. കാരണം IASൽ തുടരുന്ന ഒരാൾക്ക് റിട്ടയർ ചെയ്താൽ പിന്നെ IAS അല്ല, നമ്മളെല്ലാം എഴുതി വെക്കും ജയകുമാർ IAS. തെറ്റാണത്. IAS ഒന്നുമില്ല. സർവീസ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. സർവീസ് കഴിഞ്ഞാലല്ല. ഇപ്പം ഞാനിപ്പോൾ രാജേന്ദ്രൻ ദൂരദർശൻ എഴുതി വെച്ചാൽ ശരിയാവുമോ? കാരണം ആ സർവീസിന് ഞാൻ പോയി കഴിഞ്ഞു. മനസ്സിലായില്ലേ? എനിക്ക് നാണമില്ലെങ്കിലേ ഞാൻ പിന്നെ അത് പറയൂ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം IAS എന്നും പറഞ്ഞ് എല്ലാവരും എഴുതി വെക്കുക. അതിൽ കൊണ്ട് സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിച്ചോട്ടെ, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഇത് തനിക്ക് അർഹതപ്പെടാത്ത ഒരു പോസ്റ്റിൽ അദ്ദേഹം ഇരിക്കാൻ പാടില്ല. അതും കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞ പോലെ ഈ ആർത്തി എന്ന് പറഞ്ഞിട്ട് അല്ല, അതിനുമുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് ഈ ശശീന്ദ്രൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക മാത്രമല്ല, അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് എന്തോ നിസ്സാര പോസ്റ്റാണെന്ന് ചിലരൊക്കെ ചില ചാനലുകളിൽ പറയുന്നത് കേട്ടു. വിവരക്കേടാണ് കേട്ടോ, ശുദ്ധ വിവരക്കേട്. അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്ന പണ്ട് N കാളീശ്വരൻ മുമ്പിരുന്ന പോസ്റ്റാണ്. N കാളീശ്വരൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിട്ടിരുന്നു. അതിനുശേഷം വന്ന പോസ്റ്റ് എന്തായിരുന്നു? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. എനിക്കറിയാം. എനിക്കിരുന്ന IAS കാരനായ കൃഷ്ണമൂർത്തി സാറൊക്കെ ഇരുന്ന പോലെ എത്ര വിവരമുള്ള അതുപോലെ ഉത്തരവാദിത്വമുള്ള പോസ്റ്റാണ്. ദൂരദർശൻ്റെ ഈ ചർച്ചയ്ക്കൊക്കെ അദ്ദേഹം വിളിച്ചു, സന്തോഷപൂർവ്വം വന്നിരുന്നു. നല്ല വിവരമുള്ള, നമ്മൾ തൊഴുതു പോകുന്ന പാണ്ഡിത്യവും വിവരവും മര്യാദയുള്ളൊരു മനുഷ്യൻ. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഇദ്ദേഹം. നമ്മുടെ ഈ
ബി അശോക് എന്ന് പറയുന്ന നല്ല മനുഷ്യനാണ്. ബി അശോകനുമായിട്ട് ഞാൻ അഭിമുഖം നടത്തിയിട്ടുണ്ട്. നല്ല വിവരവും അതുപോലെ തന്നെ എല്ലാ സിസ്റ്റവും നന്നാവണമെന്നും ആഗ്രഹമുള്ള ആരെയെങ്കിലും നശിപ്പിക്കണം, ദിലീപിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞത് വേണ്ടി നടത്തിയ കേസ് പോലൊരു കേസല്ല. സിസ്റ്റം നന്നാക്കാൻ വേണ്ടി നടത്തുന്ന കേസാണ് അദ്ദേഹം. 100% ശരിയാണ് അദ്ദേഹത്തിൻ്റെ കേസ്. ജയകുമാറിന് ഒരു മറുപടിയും ഇല്ലായിരുന്നു. ഈ ആർത്തി പിടിച്ച് ഈ പോസ്റ്റിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ആ പോസ്റ്റ് രാജിവെക്കാതെ ശബരിമല ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് പദവി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരേ സമയം 2 പോസ്റ്റുകളിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഇരിക്കാൻ പാടില്ല. അടിസ്ഥാനപരമായിട്ട് അത് അഴിമതിയാണ്. മനസ്സിലായി? എന്നിട്ടോ അദ്ദേഹം പറഞ്ഞ ന്യായീകരണം എന്താ? അത് ഗവൺമെൻറ് പറയും, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മറുപടിയില്ല. അതുതന്നെയാണ് കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരായ വിധത്തിൽ ധൈര്യമായിട്ട് ഈ ഹണി എം വർഗീസിനെ പോലെ നിഷ്പക്ഷമായിട്ടും വികാരത്തിനടിപ്പെടാതെ വസ്തുനിഷ്ഠമായിട്ടും കാര്യങ്ങൾ പറഞ്ഞാൽ ഇദ്ദേഹം പൂട്ടപ്പെടും. മനസ്സിലായില്ലേ? ഒരു സംശയമില്ല. അല്ലെങ്കിൽ വേറെ അവിഹിതമായ സ്വാധീനങ്ങൾ ഉണ്ടാവണം. അത് പറഞ്ഞാലും വിധി തന്നെയാണ്. നമ്മളതിനെ അംഗീകരിക്കും. അല്ല ഈ ചാനലുകളെ കാണിക്കുന്ന പോലെ കോമാളിത്തരങ്ങൾ നമ്മൾ കാണിക്കാൻ പോകാറില്ല. മനസ്സിലായി? വിധി ഈസ് വിധി. അടുത്ത അപ്പീൽ പോകുന്നവരെ ഓക്കെ. അപ്പോൾ അദ്ദേഹം തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടല്ലോ മറുപടി ഇല്ലാതെ ഗവൺമെൻറ് പറയട്ടെ എന്ന് പറഞ്ഞത്, പ്രതിരോധം തീർത്തത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്യമുണ്ട്, അതും പൊളിച്ചു അശോക്. ഞാൻ ഇവിടുന്ന് ശമ്പളം വാങ്ങുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളത് ശമ്പളമല്ല. ആളെ പറ്റിക്കാൻ നോക്കരുത് നിങ്ങൾ. അലവൻസുകളാണ്. അലവൻസുകൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക വരും. ഈ അലവൻസുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് സുഖമായിട്ട് അവിടെ അങ്ങ് ഇരിക്കുക. മൃഷ്ടാന്ന ഭോജനവും ഒരുക്കി വെച്ചിട്ടുണ്ട് അയ്യപ്പന്മാർക്കെന്നുള്ള പേരിൽ. ദേവസ്വം ബോർഡ് ജീവനക്കാരായിരിക്കും കൂടുതലും അത് കഴിക്കുന്നത്. മനസ്സിലായില്ലേ? മറ്റവർക്ക് പോവില്ല, കാരണം ഒന്നും കഴിക്കുകയില്ല. അവർ കട്ടൻ ചായ കുടിച്ചെങ്കിലാ. എന്താ പോയി കഴിഞ്ഞാൽ പോകാൻ ടോയ്ലറ്റ് ഇല്ല. എന്ത് ചെയ്യും? ഇത് കഴിച്ചു കഴിഞ്ഞാൽ പായസമൊക്കെയാണ് സാധനം അപകടകരം, പൂവമ്പഴമൊക്കെ ആയിരിക്കും. കഴിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഇത് പോകാനുള്ള സൗകര്യങ്ങളുണ്ടോ? അതൊരുക്കിയിട്ടില്ല. വെള്ളം പോലും ഇല്ല എന്നാണ് അറിയുന്നത്. കുടിക്കാൻ പോലും വെള്ളമില്ല. അന്നേരം പിന്നെ ടോയ്ലറ്റ് ശുചീകരണത്തിന് വെള്ളം നമ്മൾ ടിഷ്യൂ പേപ്പറൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത് സായിപ്പന്മാരെ പോലെ. അപ്പോൾ ആ പ്രശ്നമുള്ളതുകൊണ്ട് ഇതെല്ലാം ദേവസ്വം ബോർഡിലേക്ക് അങ്ങ് പോകും. അപ്പോൾ അവർക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവരുടെ ക്വാർട്ടേഴ്സും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇത് കാണിച്ചത് തെറ്റ്. അതുപോലെ തന്നെയായിരുന്നു ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആദ്യം മലയാളം യൂണിവേഴ്സിറ്റിയുടെ മലയാള സർവകലാശാലയുടെ സ്പെഷ്യൽ ഓഫീസറായി. ഓക്കെ, IAS കാരനാണ്, അത് കുഴപ്പമൊന്നുമില്ല, നല്ല മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്, അത് ചെയ്യാം പൂർണ്ണമായിട്ട് ജോലി. പിന്നെ അദ്ദേഹത്തെ വൈസ് ചാൻസലർ ആക്കിയപ്പോഴെങ്കിലും പറയേണ്ടതാണ് വിനയപൂർവ്വം, എന്നേക്കാൾ എത്രയോ വലിയ മലയാള പണ്ഡിതന്മാരുണ്ട് ഇവിടെ, അവർ വന്നിരിക്കട്ടെ എന്ന് പറയാം. താൻ കയറി അവിടെ കയറി ആ കസേര കണ്ടപ്പോൾ അതേലേക്ക് പനിച്ചു, അതേ കയറി അങ്ങ് ഇരിപ്പായി. എന്നിട്ട് എന്തു കുന്തമാണ് നടപ്പാക്കി. അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് നടപ്പാക്കി, മലയാളം ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പരിഷ്കാരം. എന്നിട്ട് പാവപ്പെട്ട തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ, അർത്ഥകായ പ്രതിമ അവിടെ പതിപ്പിച്ചു ഇല്ല. ഒന്നും. എല്ലാവരും സുഖിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ പ്രകടന നയത്തിന് പിന്തുണയും പ്രഖ്യാപിച്ച് തിരിച്ചു വന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സീരിയസ് ആയിട്ട് മാതൃഭൂമി ലേഖനങ്ങൾ എഴുതി. കേരള ഗവൺമെൻറ്റിനെതിരെ ഒന്നും പറയില്ല, കാരണം വല്ലതും കിട്ടാനുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കിട്ടുമെന്നറിയാം. അങ്ങനെ സൂചിപ്പിച്ച് കേന്ദ്രത്തിനെതിരെ നമ്മുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ, അതുപോലെ തന്നെ സംഘപരിവാറിനൊക്കെ ശംഖഘോഷം മുഴക്കിക്കൊണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പ്രിയ പാത്രം ആയതുപോലെ തന്നെ പിണറായി വിജയൻ്റെയും പ്രിയപാത്രമായി ഇതൊക്കെ അടിച്ചു മാറ്റി. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ അശോക് എന്ന് പറയുന്ന കുറേ പേരുണ്ട് അവിടെ. പണ്ട് അൽഫോൺസ് കണ്ണന്താലം ഇതുപോലെ ആയിരുന്നു, സിസ്റ്റത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന പോലെ കുറേ. അപ്പു എന്ന് പറയുന്ന പണ്ട് വലിയൊരു IAS കാരനുണ്ടായിരുന്നു. ഈ വാസ് എ വിസിൽ ബൗളർ. എല്ലാവരും നമ്മളൊക്കെ മറന്നുപോകും, നമ്മൾ ഒക്കെ അതൊക്കെ മറന്നുപോയി. പക്ഷേ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് തൻ്റെ ഇടത്തോടു കൂടി ഇതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായി വരുന്ന പെർവേർട്ടുകളല്ല. ചില പെർവേർട്ടുകളുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അതുപോലുള്ള ആളല്ല ബി അശോകൻ. നല്ല ഒന്നാം തരം പോസ്റ്റിൽ തന്നെയായിരിക്കുന്നത്. അതിൻ്റെ എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ യോഗേഷ് ഗുപ്ത പോലീസിൽ PP ദേവിയുടെ ബിനാമി അന്വേഷിക്കാൻ തൻ്റെ ഇടം കാട്ടിയ അയാൾ കടന്ന് ദുരിതം അനുഭവിച്ചു. ഈ ദുരിതം തനിക്കും വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി അശോക് ഈ ധൈര്യത്തിന് മുതിർന്നത്. മനസ്സിലായോ? അദ്ദേഹത്തെ കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ല കുറഞ്ഞ പോസ്റ്റിലും കണ്ടിരിക്കുന്നു പറഞ്ഞ് ചില ആനലിൽ വിവരക്കേട് പറയുന്നത് കേട്ടു. വലിയ സങ്കടം തോന്നി. ഞാൻ ഈ പറയുന്ന ചാനലിൽ കേൾക്കുന്ന വിവരക്കേടിൽ ഒരെണ്ണം മാത്രമാണ്. ഒരുപാട് വിവരക്കേട് കേൾക്കുന്നു. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പോസ്റ്റാണെന്ന് ആദ്യം അതൊന്ന് അന്വേഷിക്കൂ. നിങ്ങൾ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ജേർണലിസം ചർച്ചകളും നടത്താതെ കാര്യങ്ങളുടെ നിജസ്ഥിതി ദയവായിട്ടൊന്ന് അന്വേഷിക്കണേ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഈ ഹണി
എം വർഗീസിനെ കുറ്റപ്പെടുത്തിയതുപോലെ. കാര്യം പഠിക്കൂ. തെളിവില്ലാതെ അവർക്ക് വിധി പറയാൻ പറ്റുമോ? നിങ്ങളത് സ്റ്റുഡിയോ ഇല്ലാതെ ക്യാമറ ഇല്ലാതെ നിങ്ങൾക്ക് ഷോട്ട് എടുക്കാൻ പറ്റുമോ? അതുപോലെയാണ്, തെളിവില്ലാതെ ഒരു ജഡ്ജിക്കും വിധി പറയാൻ കഴിയില്ല. നിങ്ങൾ തെളിവ് കൊടുക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.